ടോപ്പിക്കായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഹബ് കാണുന്നവർക്ക് അറിയാം, ഇതിന് മുൻപൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് ആണ് എടുക്കാറ്. നോർമലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് എടുക്കാറ്. അപ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് പുതിയൊരു ടോപ്പിക്, അതായത് കോഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, കോഡിംഗ് ഫോർ കിഡ്സ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഡിംഗ് ആണ്. അപ്പോൾ മെയിനായിട്ട് സ്ക്രാച്ച് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രാച്ച് ഒരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഇപ്പോൾ സ്ക്രാച്ച് എന്തെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ, സ്ക്രാച്ച് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ദെൻ അത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ആനിമേഷൻ ഉണ്ടാക്കാം, അതുപോലെ ഇപ്പോൾ ചെറിയ സ്റ്റോറീസ്, വീഡിയോ സ്റ്റോറീസ് ഉണ്ടാക്കാം, ദെൻ ഗെയിംസ്, കുട്ടി കുട്ടി ഗെയിംസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇതെനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അവൻ 3rd പഠിക്കുമ്പോൾ അവരുടെ സിലബസിൻ്റെ ഭാഗമായിരുന്നു സ്ക്രാച്ച്. അപ്പോൾ എൻ്റെ മൊബൈലിൽ അവർ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് MIT എന്നുള്ളൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ ഒരു സ്ക്രാച്ച് ഫൗണ്ടേഷൻ ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരാണ് ഈ സ്ക്രാച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് 8 തൊട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്നാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള കോഡിംഗ് പ്ലാറ്റ്ഫോം ആണെന്നാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊരു അപ്ലിക്കേഷനും കൂടി ഉണ്ട്, സ്ക്രാച്ച് ജൂനിയർ എന്ന് പറഞ്ഞിട്ട്, 5 തൊട്ട് 7 വരെയുള്ള വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതിൽ ഫങ്ഷനാലിറ്റീസ് ഒക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി പറയുന്നതേ ഉള്ളൂ. ഏത് വയസ്സ്, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കീബോർഡും മൗസും ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിന് കോഡിങ് അറിയണമെന്നോ പ്രയർ എക്സ്പീരിയൻസ് വേണമെന്നോ ഒന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ. ഒരു ഐഡിയ, ക്രിയേറ്റിവിറ്റി, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത്രയേ വേണ്ടൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ആദ്യം ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനത് സ്ക്രാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദെൻ അതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടും യൂസ് ചെയ്യാം, അതല്ല വെബ് ആപ്ലിക്കേഷനായിട്ട് നേരിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാണ്ടായാലും യൂസ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ ഒരു വെബ് ബേസ്ഡ് ബ്രൗസറിനകത്ത് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് സ്ക്രാച്ചിൻ്റെ വെബ്സൈറ്റ്, എങ്ങനെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ള കൺട്രോൾസ് എന്തൊക്കെയാണ്, മേജർ ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, സ്ക്രാച്ച് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ, സ്ക്രാച്ചിന്ന്. അപ്പം നമുക്ക് ആദ്യം തന്നെ വരും MITയുടെ സ്ക്രാച്ച്. സോ നമുക്ക് സ്ക്രാച്ച് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഹോം പേജ് വരുന്നത് കേട്ടോ. So ഇവിടെ create stories, games and animation, share with others around the world. താഴെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഫീച്ചേർഡ് പ്രോജക്ട്സ് കാണാം കേട്ടോ. ഓരോരുത്തർ ചെയ്ത പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദെൻ കുറച്ച് ഡിസൈൻ സ്റ്റുഡിയോയിലെ ട്രിക്സ്, എന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് കണ്ടന്റ് നമുക്ക് ഇതിൽ ഷെയർ ചെയ്യാം. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് അത് കമന്റ് ചെയ്യാം, കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ അബൌട്ട് ഉണ്ട്. അപ്പൊ അബൌട്ട് സ്ക്രാച്ച്, അബൌട്ട് പാരന്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പറയുന്നുണ്ട്. സ്ക്രാച്ച് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞല്ലോ സ്ക്രാച്ച് ഫൗണ്ടേഷൻ ആണ് ഇത് മാനേജ് ചെയ്യുന്നതും. അതുപോലെ സ്റ്റോറീസും ഗെയിംസും ആനിമേഷൻസും ഡിജിറ്റൽ സ്റ്റോറീസ്, വീഡിയോസ്, ഇതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഈ സ്ക്രാച്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോർ ദാൻ 70 ലാംഗ്വേജസ് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ പാരന്റ്സിനുള്ള ഇൻഫോ ഉണ്ട്. ഇപ്പൊ പാരന്റ്സിന് അത് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ. അതുപോലെ കുറച്ച് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കാണാം. ഏജ് റേഞ്ച് പറഞ്ഞില്ലേ, 8 to 16 ആണ് പറയുന്നത്. സ്ക്രാച്ച് ജൂനിയർ ഉണ്ട് 5 to 7. പക്ഷെ പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ക്രിയേറ്റ് ആൻഡ് ഷെയർ വിത്ത് സ്ക്രാച്ച്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ജോയിൻ സ്ക്രാച്ച് ഉണ്ട്. അതല്ല ഇനിയിപ്പോ ജോയിൻ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഹോം പേജിൽ തന്നെ നേരെ നമുക്ക് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ഉണ്ട് കേട്ടോ. സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നേരെ സ്ക്രാച്ചിലേക്ക് പോവാം. പക്ഷെ എപ്പോഴും ജോയിൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ജോയിൻ ചെയ്താൽ നമുക്ക് നമ്മളുടെ ആ പ്രോജക്ട്സ് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു യൂസർ നെയിം കൊടുക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ഹബ് എന്നൊന്ന് കൊടുത്തു നോട്ടെ കേട്ടോ. ഓക്കെ, സോ അത് കൊടുക്കാം. ദെൻ ഒരു പാസ്വേഡും ടൈപ്പ് പാസ്വേഡും കൊടുക്കുക. അത് കൺഫേം ചെയ്യാം പാസ്വേഡ്. നെക്സ്റ്റ് കൊടുക്കാം. സോ വാട്ട് കൺട്രി ഡു യു ലീവ് ഇൻ? ഇപ്പൊ നമ്മളുടെ കൺട്രി ഇന്ത്യ ആണ്. ഇന്ത്യ സെലക്ട് ചെയ്തു. ദെൻ വെൻ വർ യു ബോൺ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, മന്തും ഇയറും. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ജെൻഡർ സെലക്ട് ചെയ്യാം. ദെൻ അഗെയിൻ
മെയിൽ ഐ ഡി കൊടുക്കാം. മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് സെറ്റിംഗ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടോ. ഞാനത് കൊടുക്കട്ടെ. ഇപ്പം മെയിൽ ഐ ഡി കൊടുത്ത് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സ്ക്രീൻ. വെൽക്കം ടു സ്ക്രാച്ച്. കമ്പ്യൂട്ടർ സയൻസ് എന്നാണല്ലോ ഞാൻ യൂസർ നെയിം കൊടുത്തത്, അതുകൊണ്ടാണ്. ഇനി ഗെറ്റ് സ്റ്റാർട്ടഡ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു. ഇനി കൺഫേം യുവർ ഇമെയിൽ ടു എനേബിൾ ഷെയറിംഗ് ട്ടോ. അപ്പോൾ ഇമെയിൽ കൂടെ ഒന്ന് കൺഫേം ചെയ്യണം. അപ്പൊ മെയിലിൽ പോയിട്ട് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമ്മൾ കൺഫേം ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ കുറെ ഫീച്ചർ പ്രോജക്ട്സ് ഉണ്ട്. കുറെ പേരൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഷെയർ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്ത പ്രോജക്ട്സ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാന്ന്. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരെണ്ണം ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സ്ക്രാച്ച് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് അറിയണ്ടേ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് ഇവിടെ കേട്ടോ, അതൊന്ന് നോക്കാം നമുക്ക്. കിക്ക് ദ ക്യാൻ. ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യണം. സോ ഇവിടെ പ്ലേ കാണുന്നുണ്ട്, പ്ലേ ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് ടൈമാണ് ഇത്. ജസ്റ്റ് ക്യാൻ ക്ലിക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. പ്ലേനൊക്കെ നമുക്ക് സിമ്പിൾ ഗെയിമാണ്. ഇതുപോലെ ഗെയിമെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യാം, അത്രേ ഉള്ളൂ. ഞാൻ പിന്നെയും ഫെയിൽ ആയി പോയിട്ടാ. അപ്പോ ഇതാണ് സ്ക്രാച്ച് വെച്ചിട്ട് ഇതുപോലുള്ള ഗെയിംസ് ഒക്കെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ ക്രിയേറ്റിലേക്ക് പോകാൻ. ഈ കാണുന്നതാണ് ഓപ്ഷൻ ക്രിയേറ്റ്. ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രാച്ചിന്റെ വിൻഡോ ലോഡായിട്ട് വരും. ഈ കാണുന്നതാണ് സ്ക്രാച്ചിന്റെ വിൻഡോ. ഇതിൽ കുറെ കമ്പോണൻസ് ഉണ്ട്, ഓരോന്നും നോക്കണം. ആദ്യം കാണുക ഈ ഒരു പൂച്ചേനെ ആയിരിക്കും അല്ലെ, ഈ ഒരു കാറ്റ്. ഇയാളുടെ പേരാണ് സ്പ്രൈറ്റ്. കണ്ടോ, സ്പ്രൈറ്റ്. സ്പ്രൈറ്റ് എന്നുള്ളത് സ്ക്രാച്ചിലെ ക്യാരക്ടറിനെ പറയുന്നതാണ് സ്പ്രൈറ്റ് എന്ന്. അതുപോലെ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് എ സ്പ്രൈറ്റ്. കണ്ടല്ലോ, ഒരുപാട് സ്പ്രൈറ്റ് അവൈലബിൾ ആണ്. അപ്പൊ ഈ സ്പ്രൈറ്റ്സിനെയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഏത് ക്യാരക്ടർ വേണമെങ്കിലും നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരാൾ നടക്കുന്നുണ്ട്, ഇവിടെ അതിന്റെ കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ആനിമൽസ് വേണമെന്നുണ്ടെങ്കിൽ ആനിമൽസ് സെലക്ട് ചെയ്യാം. പീപ്പിൾ ആണെങ്കിൽ അത്, ഫാന്റസി, ഡാൻസ് ചെയ്യുന്ന മോഡൽ, അങ്ങനെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കാം. ഇപ്പൊ ഞാൻ ഇയാൾ എടുത്തെന്ന് വിചാരിക്കുക, കണ്ടോ ആ ക്യാരക്ടർ ഇവിടെ ആഡ് ആയി. അപ്പൊ ഇതാണ് സ്പ്രൈറ്റ് എന്ന് മനസ്സിലായല്ലോ. ഇനി അതിന്റെ പുറകിൽ കാണുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ സ്റ്റേജ്. അതായത് നമ്മളുടെ സ്ക്രീൻ, ഈ ഒരു ഗെയിം ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ, അത് വരുന്ന സ്ക്രീനാണ് സ്റ്റേജ്. ഇവിടെ അതും കാണാം സ്റ്റേജ്. സ്റ്റേജിൽ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ബാക്ക് ഡ്രോപ്പ് പ്ലെയിൻ ആയിട്ടൊക്കെ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്യാം. അതും ഈ നേരത്തെ സ്പ്രൈറ്റ് കണ്ട പോലെ തന്നെ ഒരുപാട് ബാക്ക് ഡ്രോപ്സ് അവൈലബിൾ ആണ്. അതിലും ഈ പറഞ്ഞ കാറ്റഗറീസ് എല്ലാതും ഉണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം, തൽക്കാലം ഒരെണ്ണം, സിമ്പിൾ ആയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. അപ്പൊ ആ ബാക്ക് ഡ്രോപ്പ് അവിടെ വന്നല്ലോ. അപ്പൊ ഇതാണ് ബേസിക് കാര്യങ്ങൾ കേട്ടോ. സ്പ്രൈറ്റ് കണ്ടു, സ്റ്റേജ് കണ്ടു. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ കോഡ് കാണുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. കോസ്റ്റ്യൂം. അപ്പോ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഓരോ സ്പ്രൈറ്റിന്റെയും കോസ്റ്റ്യൂം. ഇപ്പൊ ഡ്രസ്സ് എന്നുള്ള സെൻസിലല്ല കോസ്റ്റ്യൂം കേട്ടോ. ഇതിൽ വരുന്നത് അവരുടെ പോസ് ആണ്. ഇപ്പൊ നമ്മൾ ക്യാറ്റിനെ സെലക്ട് ചെയ്താൽ ക്യാറ്റിന് 2 കോസ്റ്റ്യൂം ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. കണ്ടോ, ഇപ്പൊ ഇതിൽ വ്യത്യാസം കാണുന്നത് എന്താ, ഈ ലെഗിന്റെ പൊസിഷൻ മാത്രമാണ് വ്യത്യാസം. അതായത് ഈ 2 കോസ്റ്റ്യൂം മാറി മാറി കൊടുത്താൽ നമുക്ക് നടക്കുന്ന ഒരു ഫീല് കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ കോസ്റ്റ്യൂം. ഇനി അടുത്ത സ്പ്രൈറ്റ്. ഈ സ്പ്രൈറ്റ് എടുത്തു കഴിഞ്ഞാലോ ഒരു ഡാൻസിങ് ഗേൾ ആണല്ലേ. അപ്പൊ ഡാൻസിന്റെ പല സ്റ്റെപ്സ് ആണ് കാണുന്നത്. കണ്ടോ, ഇതുപോലെ ഇതാണ് കോസ്റ്റ്യൂം. ഇനി നമുക്ക് ഈ ഡ്രസ്സിന്റെ കളർ വേണമെങ്കിലൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനാണ് ഇവിടെ ഫിൽ വിത്ത് കളർ. കണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ട്. ഇനി ഇപ്പൊ പെയിന്റ് ചെയ്യണമെങ്കിൽ ബ്രഷ് ഉണ്ട്, ലൈൻസ് വരയ്ക്കാം, സർക്കിളോ നമുക്ക് വേണമെങ്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം ഒരാളെ കേട്ടോ. ദെൻ ഇപ്പോ ഞാനൊരു പെയിന്റ് ബക്കറ്റ് എടുത്ത് ഇഷ്ടമുള്ള ഒരു കളർ, ഓക്കെ, ഒരു കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇഷ്ടമുള്ള കളർ എടുക്കുക, ആ കളർ ഫില്ല് ചെയ്യുക. അപ്പൊ അതിന്റെ കോസ്റ്റ്യൂം ചേഞ്ച് ആയി. കണ്ടോ, ഇവിടെ കോസ്റ്റ്യൂം ചേഞ്ച് ആയത് കണ്ടോ. അപ്പൊ ഇത്രയാണ് ബേസിക് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ സ്പ്രൈറ്റ് കണ്ടു, ദെൻ സ്റ്റേജ് കണ്ടു, സ്റ്റേജിലെ ബാക്ക് ഡ്രോപ്പ് കൊടുക്കുന്നത് കണ്ടു, അതുപോലെ കോസ്റ്റ്യൂമും കണ്ടു. ഇനി സൗണ്ട്സ് എന്നുള്ളൊരു സെക്ഷനും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്പ്രൈറ്റിനും ഡിഫോൾട്ട് ആയിട്ടുള്ള സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ക്യാറ്റിന്റെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഡിഫോൾട്ട് ആയിട്ട് മിയാവ് എന്നുള്ള സൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡാൻസിങ്ങിന് പോപ്പ് എന്നുള്ള സൗണ്ട് ഡിഫോൾട്ട് ആയിട്ട് ഈ സൗണ്ട് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ ഈ സൗണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫാസ്റ്റർ ആക്കാം, സ്ലോവർ ആക്കാം, ലൗഡർ ആക്കാം. ഇതൊക്കെ ലൗഡർ ആയി, സോഫ്റ്റ്വെയർ ആക്കാൻ പറ്റും. അങ്ങനെ പല, ഇനിയിപ്പോ റോബോട്ടിക് സ്റ്റൈലിലാക്കണമെങ്കിൽ ഇതുപോലെ റോബോട്ടിക് സ്റ്റൈലിലാക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ തന്നെ അവൈലബിൾ ആണ് സൗണ്ടിന്. ഇനി ഈ ഡിഫോൾട്ട് സൗണ്ട് കൂടാതെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് സൗണ്ട്സും അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള സൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പൊ നേരത്തെ കണ്ട ആനിമൽസിന്റെ സൗണ്ട്സ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ഓരോ സൗണ്ട് നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇഷ്ടമുള്ള സൗണ്ട് വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. അപ്പം കണ്ടല്ലോ അല്ലെ. അപ്പൊ ബേസിക് കാര്യങ്ങളൊക്കെ ആയി. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഡ് വരുന്നത്, കോഡിങ്. അപ്പൊ കോഡിങ് ആർക്കും പഠിക്കാം, ഇത് വെച്ചിട്ട് കുട്ടികൾക്കും പഠിക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് സിമ്പിൾ, കണ്ടോ, മൂവ് 10 സ്റ്റെപ്പ്, ടേൺ 15 ഡിഗ്രി. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കോഡ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് എളുപ്പം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബ്ലോക്ക് പാലറ്റ്സ് എന്നാണ് നമ്മൾ പറയാ ഈ ഒരു സൈഡ്. ഈ കാണുന്ന പ്ലെയിൻ ഏരിയ ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ സ്ക്രിപ്റ്റ് ഏരിയ. നമുക്ക് വേണ്ട എല്ലാ കോഡിനെയും ഇങ്ങോട്ട് വലിച്ചിടുകയാണ് വേണ്ടത്. അപ്പം ആദ്യം ഈ എല്ലാ കോഡ്സും ഒന്ന് നോക്കാട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഡ്സിൽ പല കാറ്റഗറി ഉണ്ട്. ഇപ്പൊ മോഷൻ, ലുക്സ്, സൗണ്ട്, ഈവൻസ്, കൺട്രോൾ, സെൻസിങ്, ഓപ്പറേറ്റർ, വാരിയബിൾ, മൈ ബ്ലോക്ക്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ കൺട്രോൾ വരെ ഇത്രയും കാര്യങ്ങൾ മതി ബേസിക് ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കാനൊക്കെ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാനൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. ഇപ്പോ ഞാൻ ഈ ക്യാറ്റിനെ കൊണ്ട് ഒരു ഹലോ പറയിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് ക്യാറ്റിന്റെ സ്പ്രൈറ്റിനെ സെലക്ട് ചെയ്യാം. ഈ സേ ഹലോനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടിടുക. ഇത്രയേ ഉള്ളൂ. ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഹലോ എന്ന് പറഞ്ഞു. ഇനി ഇത് ഇവിടെ അടുത്ത ഒരെണ്ണമുണ്ട്, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ, അത് വേണ്ട. സേ ഹലോ ഫോർ ടു, സേ ഹലോ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടല്ലോ ഫുൾ ടൈം അവിടെ തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് സേ ഹലോ ഫോർ 2 seconds എന്ന് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ സേ ഹലോ വന്നിട്ട് അത് പോയിക്കോളും. ഓക്കെ, കണ്ടോ, അത് ഇൻവിസിബിൾ ആയി, ഹൈഡ് ആയി പോയി. ഇതാണ് സേ ഹലോ ഫോർ 2 seconds. അപ്പൊ ഇത് എളുപ്പമല്ലേ? ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് കണ്ടത്. ഇനി നമുക്ക് ഇത് ലുക്സിൽ വരുന്നതാ, കണ്ടോ, ലുക്സിൽ ഇതുപോലെ ഓരോന്ന് കാണാം. ഇനി നെക്സ്റ്റ് കോസ്റ്റ്യൂം കണ്ടോ, നെക്സ്റ്റ് കോസ്റ്റ്യൂം ഇതിങ്ങനെ അറ്റാച്ച് ആയിക്കോളും. ഈ ഒരു ഗ്രേ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ അറ്റാച്ച് ആയിക്കോളും. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ വർക്കാവും. ഇപ്പൊ ഇത് ഹലോ പറയാം, അത് കഴിഞ്ഞാൽ കോസ്റ്റ്യൂം മാറാം. ഒക്കെ കണ്ടോ, ഇതിന്റെ പൊസിഷൻ മാറിയില്ലേ? അപ്പൊ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ അടുത്ത പൊസിഷൻ ആണ് കേട്ടോ. അതുപോലെ സ്വിച്ച് ബാക്ക് ഡ്രോപ്പ്, അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് ബാക്ക് ഡ്രോപ്പ്, അപ്പൊ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളും. ചേഞ്ച് സൈസ്, ചേഞ്ച് സൈസ് ബൈ 10 എന്ന് പറയുമ്പോൾ സൈസ് കുറച്ച് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവട്ടെ, കണ്ടോ സൈസ് കൂടിയില്ലേ? അപ്പൊ അതുപോലെ സെറ്റ് സൈസ് ടു 100%, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പേർപ്പിൾ കളറിൽ അല്ലെങ്കിൽ ഇത് ആണ് ശ്രദ്ധിച്ചത് കേട്ടോ. ഈ ബ്ലൂ കളറിൽ കണ്ട കാര്യങ്ങളെല്ലാതും മോഷൻ ആണ്, അത് നമ്മൾ നോക്കിയിട്ടില്ല. പേർപ്പിൾ കളറിൽ കണ്ട എല്ലാതും ലുക്സ് ആണ്. ഇതുപോലെ ഈ ഒരു സ്പ്രൈറ്റിന്റെ ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇവിടെ ഷോ ഉണ്ട്, ഹൈഡ് ഉണ്ട്, നമുക്ക് സ്പ്രൈറ്റിനെ ഹൈഡ് ചെയ്ത് വെക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാം. ദെൻ ഈ കളറിൽ വരുന്നത് എല്ലാതും, വയലറ്റ് കളറിൽ കാണുന്ന എല്ലാതിനെയും നമുക്ക് സൗണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ ഇത് വലിച്ചിട്ട് കഴിഞ്ഞാല് പ്ലേ സൗണ്ട് മ്യാവ് അൺടിൽ ഡൺ. അപ്പൊ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവര് മ്യാവ് എന്നുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സൗണ്ടിന്റെ പല കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ദെൻ അടുത്തതാണ് ഒരു ഇമ്പോർട്ടന്റ് കാറ്റഗറി, ഈവൻസ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഈ യെല്ലോ കളറിൽ കാണുന്നതൊക്കെ ഈവൻസ് ആണ്. ഈവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിഗറിങ് ആണ്. നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ ഗെയിം കാണിച്ചു തന്നപ്പോ തന്നെ ഇതുപോലൊരു ഫ്ലാഗ് കണ്ടു അല്ലെ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ അതുപോലെ ഒരു ആക്ഷൻ നടക്കണമെങ്കിൽ എന്താണ് മുൻപ് ഒരു ട്രിഗറിങ്, ഇത് ട്രിഗർ വന്നാലാണ് ഈ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ നടക്കേണ്ടത്. ഈ കാര്യങ്ങളെയാണ് നമ്മൾ ഈവന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇവന്റ്, നമ്മളുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് നമ്മൾ ഈ ഒരു ഇവന്റ് ആണ് കൊണ്ടുവയ്ക്കുക കേട്ടോ. ഇതാ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇവന്റ് വെച്ചു. വെൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ ഞാൻ ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. അപ്പൊ ദേ പറഞ്ഞ ഹലോ പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ കോസ്റ്റ്യൂം മാറുണ്ടാവാം, ദെൻ സൈസ് മാറാം, സൗണ്ട് വരാം. ഇതൊക്കെ 1 by 1 ആയിട്ട് നടക്കും. അതുപോലെ പല
കാര്യങ്ങളുണ്ട് കേട്ടോ. വെൻ കീ പ്രസ്ഡ്, വെൻ ദി സ്പ്രൈറ്റ് ക്ലിക്ക്, സ്പ്രൈറ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുക. നമുക്ക് ഗെയിംസ് ഒക്കെ വരുമ്പോൾ എന്ത് വേണം, അതിനെ ക്ലിക്ക് ചെയ്യണം, ആരോസ് യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ ആരോ കീസ് ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഗെയിം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള ഓരോ ഈവന്റ്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്തത് കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി കൂടി ഉണ്ട്. കൺട്രോളില് വെയിറ്റ് ചെയ്യിക്കാം, ദെൻ റിപ്പീറ്റ്, ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കൊണ്ടിട്ടാൽ മതി. ദെൻ ഫോർ എവർ, നമുക്കിപ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ആ വീഡിയോ തീരുന്ന വരെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോർ എവറിന്റെ ഉള്ളിൽ ആ സൗണ്ട് കൊടുക്കാം. ദെൻ നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്മെന്റ്, ഇഫ് ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ദെൻ ഈ ഒരു കോഡ്, ഇഫ് ഇറ്റ് റെയിൻസ് ദെൻ ഐ വിൽ ക്യാരി എ നമ്പർ, ആ പറഞ്ഞതുപോലത്തെ കാര്യങ്ങള്. സോ ഇഫ് എന്നുള്ള ഇവിടെ ഒരു കണ്ടീഷൻ നമുക്ക് കൊടുക്കാം, ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ കോഡ്സ് കൊടുക്കാം. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇഫ് എൽസ്, ഇതൊക്കെ വലിയ വലിയ കോഡിങ്ങിനാണ് കേട്ടോ. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ കണ്ടോ, പിന്നെയുള്ളതൊക്കെ ഇനി അങ്ങോട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. സെൻസിങ്ങും ദെൻ വാരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കണ്ടോ. ഓപ്പറേറ്റേഴ്സ്, വാരിയബിൾസ്. ഇനി ഇതൊന്നും കൂടാതെ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. വീഡിയോ സെൻസിങ് ഉണ്ട്, പെന്ന്, മ്യൂസിക്, ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർട്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫംഗ്ഷനാലിറ്റി കൂടാതെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ ഒരു മോഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഹലോയൊക്കെ കളയാൻ പോവാണ് കേട്ടോ, എല്ലാം പോയി. അപ്പൊ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, നമുക്ക് ഈ സ്പ്രൈറ്റിനെയാണ് മൂവ് 10 സ്റ്റെപ്സ് ഓക്കെ കൊടുത്തു. അപ്പൊ ക്ലിക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, 10 സ്റ്റെപ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്ത കേട്ടോ. ഇനി ഞാനൊരു 30 സ്റ്റെപ്സ് കൊടുത്തു നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതാ കണ്ടോ, കുറച്ച് പോയി. ഇത്രയാണ് മൂവ്മെന്റ് വരുന്നത്. ഇനി ശരിക്കും നടക്കുന്ന ഒരു ഫീല് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ നടക്കുമ്പോ ഈ കാലിന്റെ മൂവ്മെന്റ് മാറണ്ടേ, അപ്പൊ അതിന് നമ്മൾ ആ കോസ്റ്റ്യൂം കണ്ടല്ലോ, ഈ കാല് എപ്പോഴും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന പോലെ തോന്നില്ലല്ലോ. അപ്പൊ അടുത്ത ഈ ഒരു കോസ്റ്റ്യൂമിലേക്ക് വന്നു കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ നടക്കുന്ന ഒരു ഫീല് വരുള്ളൂ. അപ്പൊ അത് നോക്കുമ്പോ നമുക്ക് എന്ത് വെക്കാം, ഒരു മൂവ്മെന്റ് കഴിഞ്ഞാല് അപ്പൊ 10 സ്റ്റെപ്സ് തന്നെ മതി കേട്ടോ. 10 സ്റ്റെപ്സ് വെച്ചു, then ഒരു മൂവ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് കോസ്റ്റ്യൂം കൊടുക്കാം. ഓക്കെ, ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കാല് വെച്ചു, നമുക്ക് അടുത്ത കോസ്റ്റ്യൂമിലേക്ക് അവർക്ക് മാറാം. ഇനി ഈ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന ഒരു ഫീല് വരും. അപ്പൊ ആ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനാണ് ഇവിടെ കൺട്രോളില് റിപ്പീറ്റ് കണ്ടോ, റിപ്പീറ്റ് 10 ടൈംസ് കൊണ്ടിട്ടു. ദെൻ ഇവരെ രണ്ടുപേര് ഈ റിപ്പീറ്റിന്റെ ഉള്ളിൽ കയറ്റിയിരുന്നു കേട്ടോ. എന്നാലാണ് ഇപ്പൊ നോക്കിയത് നമുക്ക് മനസ്സിലാവുമല്ലേ, പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ടല്ലോ. ഈ ഒരു സാധനം റിപ്പീറ്റ് ചെയ്യണം, 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പോകുന്നു, കണ്ടോ, നടന്നത് കണ്ടില്ലേ. ഇതെപ്പോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ നടന്ന് പോവാണ്. അപ്പോ ഇതിനെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടേക്കാട്ടോ, നടത്തിക്കട്ടെ. ഇപ്പൊ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു, നടക്കുന്നു, പോകുന്നു. ഇപ്പൊ നടക്കുന്ന ഫീല് വരുന്നില്ലേ, കോസ്റ്റ്യൂം മാറി മാറി വരുമ്പോ ആ കാല് മുന്റെ മൂവ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ടൊരു കോഡ്. ഇനി ഇത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്ന് സ്റ്റാർട്ടിംഗ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും. അപ്പോ ആദ്യം തന്നെ വേഗം തന്നെ എന്ത് ചെയ്യണം, സ്ക്രാച്ച് എടുക്കുക, സ്ക്രാച്ച് ഡൗൺലോഡ് ചെയ്യുക. അല്ല, ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, വെബ് വേർഷനിലായാലും പോവുക. ഇതുപോലത്തെ സിമ്പിൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് തന്നെയല്ലേ എന്നൊക്കെ മനസ്സിലാക്കി ചെറിയൊരു റൂൾ ഇട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ താഴെ പോയി കഴിഞ്ഞാല് കണ്ടോ, ഡൗൺലോഡ് റിസോഴ്സസിൽ ഡൗൺലോഡ് ഉണ്ട്. ഈ ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. സ്ക്രാച്ച് ആപ്പ്, വിൻഡോസ് ഏത് ഇതിന് വേണമെങ്കിലും നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഓൾഡർ വേർഷൻസും കാണുന്നുണ്ട്. ഇതായിരുന്നു ആദ്യത്തെ ഓഫ്ലൈൻ വേർഷൻസ് ഉണ്ട്, ഇത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.29 സംതിങ് അങ്ങനെ ഒരു വേർഷൻ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇതാണ്, ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റ് ഇല്ലാണ്ടായാലും യൂസ് ചെയ്യാം. ഇപ്പൊ ഈ ഷെയറിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ, ബാക്കിയുള്ളവരുടെ വീഡിയോസ് കാണണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെബ് വേർഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളുള്ളവർക്കും അറിയാവുന്നവർക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ചെറിയൊരു വീഡിയോ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.